നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായ എല്ലാവർക്കും നന്ദി പറഞ്ഞ LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ആശംസകൾ കൊണ്ട് നിറയുകയാണ്. അതിനിടയിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ എന്തുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില കമന്റുകളും നമുക്ക് കാണാൻ സാധിക്കും. ആ കമന്റുകളെ പിന്തുണയ്ക്കുന്ന ലവും ലൈക്കും ഇമോജികളും ഒക്കെ നമുക്ക് കാണാം. നിലമ്പൂരിന് വേണ്ടി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായ എല്ലാ വോട്ടർമാർക്കും നന്ദി. നിങ്ങളുടെ സ്വന്തം സ്വരാജ് എന്നായിരുന്നു സ്വരാജ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് താഴെ വന്നൊരു കമന്റ് ഇങ്ങനെയാണ്: നന്ദി സ്വരാജ് ചേട്ടാ, മതം പറഞ്ഞ് വോട്ട് പിടിക്കാത്തതിന്, വ്യക്തിഹത്യ നടത്തി വോട്ട് പിടിക്കാത്തതിന്, വ്യാജ സോഷ്യൽ മീഡിയ പ്രചരണം നടത്തി വോട്ട് പിടിക്കാത്തതിന്, വിജയം തോൽവി അത് രണ്ടാമത്തെ കാര്യമാണ്, കേരളത്തിൽ ഇങ്ങനെ വേണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് കാണിച്ച് തന്നതിന്. ഇങ്ങനെയാണ് ഒരു കമന്റ്. ഇവിടെ തീരുന്നില്ല, വേറെ മറ്റൊരുപാട് കമന്റുകളുണ്ട്. നേരിട്ട കടുത്ത വ്യക്തി അധിക്ഷേപങ്ങൾക്കിടയിലും എതിരാളികളെ ചെളിവാരി എറിയാതെ മാന്യമായ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താം എന്നതിന് മികച്ച ഒരു മാതൃക കാണിച്ച താങ്കൾ 4 വോട്ടിന് നിലപാട് മാറ്റാതെ മുൻ നിലപാടുകളിൽ ഉറച്ചു നിന്നു. ജയിച്ചാലും തോറ്റാലും ജനഹൃദയങ്ങളിൽ മുൻപേക്കാളും ഒരു ഇടം ഉറപ്പിച്ചു. എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. 8000 മുതൽ 14000 ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കും. ഒരിക്കൽ കൂടി ഒരു പോസ്റ്റ് കൂടി വേണ്ടിവരും. ചെറിയ തിരുത്തുമായി വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി, റെഡിയാക്കി വെച്ചോ. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ കാത്തിരിക്കുന്നു നിയമസഭയിൽ പ്രിയപ്പെട്ട സഖാവ് സ്വരാജ് ഉണ്ടാവാൻ. വിജയാശംസകൾ സഖാവെ എന്നിങ്ങനെ ഒരുപാട് കമന്റുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. യുവ വോട്ടർമാരുടെയും കഞ്ഞി വോട്ടർമാരുടെയും LDF വികസനത്തിനൊപ്പം നിൽക്കുന്ന ഭൂരിപക്ഷം പേരും M സ്വരാജിന് തന്നെ വോട്ട് ചെയ്യും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ കേരളം കാത്തിരിക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ബലത്തിനായിട്ട്. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനം ആകെ ചലിച്ചതും സ്ഥാനാർത്ഥി നിർണയവും തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിലും യുവാക്കൾക്കിടയിലും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് CPMന് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടും ഇത്തവണ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് CPMന്റെ ആകെ മൊത്തമുള്ള ഒരു വിലയിരുത്തലും. 3 ആഴ്ച നീണ്ടുനിന്ന പ്രചണ്ഡമായ പ്രചാരണം നിലമ്പൂരിലെ ജനത ഏറ്റെടുത്തതിന്റെ സൂചനയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ കുറവില്ലാത്ത ഒരു പോളിംഗ്. കഴിഞ്ഞ തവണത്തേക്കാൾ ചെയ്ത വോട്ടുകളിൽ 5000-ൽ താഴെ മാത്രമാണ് കുറവ് വന്നിരിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിൽ നടന്നത് LDF UDF പോരാട്ടം ആണ് എന്നുണ്ടെങ്കിൽ ഇത്തവണ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. LDFനും UDFനും ഇടയിൽ അൻവർ കൂടി എത്തിയതോടെ വോട്ട് 3ആയി പിരിഞ്ഞുവെന്നാണ് CPM കണക്ക് കൂട്ടുന്നത് തന്നെ. എന്നാൽ അൻവറിന് ലഭിച്ച വോട്ടുകളിൽ ഭൂരിപക്ഷവും UDFൽ നിന്നാണ് എന്നുള്ളത് CPMന്റെ നേതാക്കളുടെ വിലയിരുത്തലും വളരെ വ്യക്തമാണ്.